ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. മാവേലിക്കരയിൽ ലോറി ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറിയ ഒരു അപകടമുണ്ടായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് അപകടം നടന്നത്. മാവേലിക്കര നങ്ങ്യാർകുളങ്ങരയിലാണ് അപകടം. ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഭക്തർ ഓടി മാറിയതോടെ വൻ ദുരന്തം ഒഴിവായി. പുതുശ്ശേരി അമ്പലത്തിന്റെ മതിൽക്കെട്ട് തകർന്നിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. ഇയാൾക്ക് നിസ്സാര പരിക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെയാണ് ആ വളവൊക്കെ തിരിഞ്ഞു വരുന്നത്. ഈ വളവ് തിരിയുമ്പോൾ ഉറങ്ങണമെങ്കിൽ അത് വല്ലാത്തൊരു ഡ്രൈവറായിരിക്കും. അത് നല്ല സ്പീഡിലാണ് പാഞ്ഞു വരുന്നത്. എന്തൊരു സ്പീഡാ! ഇത്രയും ധൃതിക്കൊക്കെ ഈ ലോറി പോകേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമോ? അത് നോക്കി പാഞ്ഞു വരികയാണ്. വളച്ചെടുത്ത്, പണ്ടൊക്കെ നമ്മളിങ്ങനെ കുട്ടിക്കാലത്ത് വണ്ടിയൊക്കെ ഓടിക്കുമ്പം ഇങ്ങനെ വളച്ചെടുത്തൊരു പോക്കുണ്ട്. അതേപോലെയാണ് ഈ ഡ്രൈവർ വരുന്നത്. എന്നിട്ട് ആ വളവിൽ തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ അത് പ്രത്യക്ഷത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പറയുന്നതല്ലേ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റൂ. നങ്ങ്യാർകുളങ്ങരയിലാണ് സംഭവം. പുതുശ്ശേരി അമ്പലത്തിൻ്റെ മതിൽക്കെട്ട് തകർന്നിട്ടുണ്ട്. ഭക്തജനങ്ങളൊക്കെ ഓടി മാറിയതുകൊണ്ട് ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു. ശരത്തിനോട് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, വെരി ഗുഡ് മോർണിംഗ് ശരത്ത്. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. അവിടെ ഒരു ചെറിയ വളവുണ്ടെന്ന് തോന്നുന്നു. എന്താ സംഭവിച്ചത്? ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ? അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഉറങ്ങിപ്പോകുന്നത് ശരത്ത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് ഇന്നലെ വൈകിട്ടാണ് നങ്ങ്യാർകുളങ്ങര കവല മാവേലിക്കര റോഡിന്റെ ഇത്തരത്തിൽ തട്ടാരമ്പലത്തിൽ പടിഞ്ഞാറ് വശത്ത് ഈ അപകടം നടന്നിട്ടുള്ളത്. അതായത് ലോറി ഈ ഒരു വളവുണ്ട്, ഈ പറയുന്നത് പോലെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ചെറിയ വളവ് ആ ഭാഗത്തുണ്ട്. ലോറി നേരെ ഈ വളവിന് വളയ്ക്കുന്നതിന് പകരം നേരെ അമ്പലത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുതുശ്ശേരി അമ്പലത്തിന്റെ ചുറ്റുമതിൽ അടക്കം പൂർണ്ണമായും തകർന്ന് ലോറി ഈ അമ്പലത്തിന്റെ അകത്തേക്ക് വരെ കയറി പോകുന്നു. അങ്ങനെ വലിയ നാശനഷ്ടം അമ്പലത്തിനുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ആ സമയത്ത് ഭക്തരുൾപ്പെടെ അമ്പലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ അവർ ഈ ലോറി വരുന്നത് കണ്ടുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായിട്ടുള്ളത്. സംഭവത്തിൽ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ ഒരു അപകടത്തിന് കാരണമായി പറയുന്നത്. എന്തായാലും അക്കാര്യത്തിലൊക്കെ തന്നെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. വാഹനം നേരെ എന്തായാലും അമ്പലത്തിന്റെ ചുറ്റുമതിൽ തകർത്ത ശേഷം തൊട്ട് അകത്തേക്ക് കയറുന്ന സാഹചര്യമുണ്ടായി. തൊട്ടിപ്പുറം ഇലക്ട്രിക്കൽ പോസ്റ്റ് അടക്കം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ രീതിയിൽ അവിടെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിലും വലിയ അപകടങ്ങൾ ഉണ്ടായി. എന്തായാലും വലിയ അപകടം ഒഴിവായി പോയിട്ടുണ്ട്. ഈ ഡ്രൈവർക്കും കാര്യമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഉറങ്ങിപ്പോയത് കൊണ്ട് തന്നെ ഈ അപകടം ഉണ്ടായി എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ വലിയൊരു അപകടം തന്നെയാണ്. ഇത്തരത്തിൽ ലോറി അമിത വേഗതയിലാണ് വന്നത് എന്നടക്കം നാട്ടുകാർ പറയുന്നുണ്ട്. പ്രദേശത്ത് ഈ ടിപ്പർ ടോറസ് ലോറികൾ നിരന്തരം പോകുന്നത് സ്കൂൾ കൂടിയുള്ള പ്രദേശം കൂടിയാണ്. അത്തരത്തിൽ അമിത വേഗതയിൽ പോകുന്നെന്ന പരാതി അടക്കം നാട്ടുകാർ എന്തായാലും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ അപകടത്തിൽ വലിയ പരിക്കോ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണെങ്കിലും ഇത്തരത്തിൽ ഈ പ്രദേശത്ത് നിരന്തരം ഇത്തരത്തിൽ ടിപ്പർ ലോറി അമിത വേഗതയിൽ പോകുന്ന പരാതി നാട്ടുകാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ശരത്താണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ശരത്. നേരെ അമ്പലത്തിന്റെ മതിൽക്കെട്ട്, പുതുശ്ശേരി അമ്പലത്തിന്റെ മതിൽക്കെട്ടൊക്കെ ഇടിച്ചു കയറി നേരെ ശ്രീകോവിലിന് മുമ്പ് പോയി സാഷ്ടാംഗ പ്രണാമം നടത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രൈവർ പുറത്തിറങ്ങി ദീപാരാധനയൊക്കെ കണ്ട് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലാണ്. വല്ലാത്തൊരവസ്ഥയായി പോയി. ആ വളവിൽ അത്രയും വേഗതയിൽ വരുന്ന സമയത്തൊക്കെ ഉറങ്ങിപ്പോവുക എന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഒരുപാട് ജോലിയുടെ സമ്മർദ്ദവും തുടർച്ചയായിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ഡ്രൈവർമാരല്ലേ.